അങ്ങനെ നമ്പിയാരെ ആ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം കേൾക്കാം. ആ, നമ്മുടെ ജയേന്ദ്രൻ സാറ് സൗകര്യപൂർവ്വം ചില ചരിത്രമൊക്കെ അദ്ദേഹം മറക്കുകയാണ്. പാർട്ടിയുടെ ഭരണഘടനയിൽ പാർട്ടി അംഗമാകാനായിട്ട് ഈശ്വരവിശ്വാസം തടസ്സമല്ല എന്ന് വന്നാൽ പാർട്ടിക്കകത്ത് പിന്നെ ആളുകൾ ഉണ്ടാവില്ല. അത് പാർട്ടിക്ക് അറിയാം. പക്ഷെ പാർട്ടിയുടെ നയം എന്താണ് ഈശ്വരവിശ്വാസത്തെ സംബന്ധിച്ച് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു 6-7 വർഷം മുമ്പാണല്ലോ പാലക്കാട് പാർട്ടി പ്ലീനം നടന്നത്. പാലക്കാട് പാർട്ടി പ്ലീനത്തിൽ പാർട്ടി പരസ്യമായിട്ട് ഇറക്കിയിട്ടുള്ള സർക്കുലർ ഉണ്ടല്ലോ, പാർട്ടി പ്രവർത്തകന്മാർക്ക് കൊടുത്തിട്ടുള്ള ഡയറക്ഷൻ ഉണ്ടല്ലോ, അത് പരസ്യമായിട്ട് കൊടുത്ത ഡയറക്ഷൻ ആണല്ലോ, പാർട്ടി തന്നെ കൊടുത്ത ഡയറക്ഷൻ ആണല്ലോ. എന്താണ്? പാർട്ടി പ്രവർത്തകന്മാര് ഈശ്വരവിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് പ്രത്യക്ഷത്തിൽ ഈശ്വരവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ പാടില്ല. അവരുടെ വീടുകളിൽ ഗണപതി ഹോമം അതേപോലുള്ള ചടങ്ങുകൾ നടത്താൻ പാടില്ല. അവര് കറുപ്പെടുത്ത് ശബരിമലയ്ക്ക് തീർത്ഥാടനം നടത്താൻ പാടില്ല. അവർ കല്യാണം കഴിക്കുന്ന സമയത്ത് വരനും വധുവും മറ്റേ താലി കെട്ടുന്നതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ, ഇതൊക്കെ പാർട്ടിയുടെ നയമായിട്ട് പ്രഖ്യാപിച്ച് പാർട്ടി തന്നെ പാർട്ടി പ്രവർത്തകർക്ക് കൊടുത്ത ഡയറക്ഷൻ ആയിരുന്നല്ലോ. പാലക്കാട് പാർട്ടി പ്ലീനം ഓർമ്മയില്ലേ ജയേന്ദ്രൻ സാറിന്? അപ്പൊ പാർട്ടിയുടെ ഭരണഘടനയിൽ പാർട്ടി അംഗമാവാൻ ഈശ്വരവിശ്വാസം തടസ്സമല്ല എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ നയം എന്താണ് ഈ വിഷയത്തിൽ എന്നുള്ളതല്ലേ പരിശോധിക്കേണ്ടത്. പാർട്ടിയുടെ നയം വർഷങ്ങൾക്ക് മുമ്പ് ലെനിൻ പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസത്തിൽ ഇങ്ങനെയാണ്: എത്തിസം ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് കമ്മ്യൂണിസം. കോൺസിക്വന്റ്ലി എ ക്ലാസ് കോൺഷ്യസ് മാർക്സിസ്റ്റ് മസ്റ്റ് ക്യാരി ഓൺ ഇൻ ഫേവർ ഓഫ് എത്തിസം. നിരീശ്വരത്വം കമ്മ്യൂണിസത്തിന്റെ ആഭ്യന്തര ഘടകമാണ് എന്നും ഒരു വർഗബോധമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ നിരീശ്വരവാദത്തിന് വേണ്ടി അല്ലെങ്കിൽ നിരീശ്വരത്തിന് വേണ്ടി നിരന്തരം പ്രവർത്തിക്കണം എന്നും പറഞ്ഞത് സാക്ഷാൽ ലെനിനാണ്. അപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആത്യന്തികമായ നയം എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദമാണ്, ഭൗതികവാദമാണ്. അപ്പൊ ഭൗതികവാദത്തിൽ ഈശ്വരനൊരു സ്ഥാനമില്ല, ആ വർഗ സംഘർഷത്തിൽ ഈശ്വരനൊരു സ്ഥാനമില്ല, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൽ ഈശ്വരനൊരു സ്ഥാനമില്ല. അപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വികമായ വിഷയമാണ് നിരീശ്വരവാദം എന്നുള്ളത്. അതിനെ തള്ളിക്കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനും പാർട്ടിയുടെ ആശയതലത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അപ്പൊ ഇത് അറിയാതെയാണോ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാതെ ഒരു ബൗദ്ധിക സത്യസന്ധത പ്രകടിപ്പിക്കാതെ ജയേന്ദ്രൻ സാർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒട്ടും ശരിയല്ല. അതൊന്നാമത്തെ കാര്യം. രണ്ട്, അദ്ദേഹം ഈ കുംഭമേളയിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു എന്ന് ഗാർഗെ പറഞ്ഞു രാജ്യസഭയിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ പറഞ്ഞു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഗാർഗെ ഈ കുംഭമേള ആരംഭിക്കുന്ന സമയത്ത് തന്നെ, അതായത് BJP-യുടെ നേതാക്കന്മാര് കുംഭമേളയിൽ പോയി സ്നാനം നടത്തിയ സമയത്തൊക്കെ ഗാർഗെ നടത്തിയ ഒരു ആരോപണമുണ്ട്. കുംഭമേളയിൽ കുളിച്ചാൽ വിശപ്പ് മാറുമോ, ദാരിദ്ര്യം ഇല്ലാതാകുമോ, യുവാക്കൾക്ക് തൊഴിൽ കിട്ടുമോ എന്നൊക്കെയുള്ള ആരോപണം. അതായത് ഇപ്പൊ ജോൺ ബ്രിട്ടാസ് ഏതർത്ഥത്തിലാണോ കുംഭമേളയെ ആക്ഷേപിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഈ ചൈനയിലെ AI മുന്നേറ്റത്തെയും ഇന്ത്യയിൽ നടക്കുന്ന കുംഭമേളയും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. അത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യസഭയിലെ പ്രസംഗം അത് പബ്ലിക് ഡോക്യുമെന്റ് ആണ്. രാജ്യസഭയിലാണ് അദ്ദേഹം നടത്തിയ പ്രസംഗം, അത് പബ്ലിക് ഡോക്യുമെന്റ് ആണ്. അപ്പോ അത് നമുക്ക് കണ്ടെത്താൻ എളുപ്പമാണ്. അതങ്ങനെ മറ്റു പത്രങ്ങളും അടക്കം, ഇപ്പൊ നോക്കുമ്പോ കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കേരള കൗമുദി അടക്കമുള്ള പത്രങ്ങൾ അതിന് തെറ്റായിട്ട് അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസിനെ ആക്ഷേപിക്കാൻ വേണ്ടി കൊടുത്ത ഒരു റിപ്പോർട്ടാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ജോൺ ബ്രിട്ടാസ് പരസ്യമായി പറയട്ടെ. ഇപ്പോ അങ്ങനെ തെറ്റായിട്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കാനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഹാൻഡിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ജോൺ ബ്രിട്ടാസ് ഒരു പരാതി കൊടുക്കട്ടെ. ജോൺ ബ്രിട്ടാസ് പരാതി കൊടുത്ത് നടപടിയെടുക്കട്ടെ. ഇത്തരത്തിലുള്ള പ്രചരണം നടത്തിയ ആളുകൾക്കെതിരെ അതിന് തയ്യാറുണ്ടോ ജോൺ ബ്രിട്ടാസ്? അപ്പോ ഇത്തരത്തിൽ ഗാർഗെ നടത്തിയ ഒരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ, ഗാർഗെ ഇവിടെ ഒരു പ്രശ്നം അനിൽ നമ്പ്യാരെ, ഈ കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഇപ്പൊ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇവരുടെ ആശയപരമായ അജണ്ട ഇപ്പൊ ഒന്ന് തന്നെയാണ്. കാരണം ഗാന്ധിയൻ കോൺഗ്രസ്സുകാർ ഇപ്പൊ ഇല്ല. മഹാത്മാഗാന്ധിയുടെ ആശയത്തിൽ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ആ മഹാത്മാഗാന്ധിയുടെ തത്വാധിഷ്ഠിതമായ നിലപാട് എന്ന് പറയുമ്പോൾ അത് ഭാരതീയതയിൽ, ഭാരതത്തിന്റെ ദേശീയതയിൽ, സനാതന ധർമ്മത്തിലൊക്കെ അടിയുറച്ചു നിന്നുകൊണ്ടാണ് മഹാത്മാഗാന്ധി പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പൊ ഗാന്ധിയൻ കോൺഗ്രസ്സുകാർ ഇന്നില്ല. ഇന്ന് നെഹ്റു കോൺഗ്രസ്സുകാരാണ്. നെഹ്റു ആത്യന്തികമായി കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. നെഹ്റുവിന്റെ ആശയതലം സോഷ്യലിസത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ നിന്നാണ് നെഹ്റു ഊർജ്ജം ഉൾക്കൊണ്ടിട്ടുള്ളത്. അപ്പോൾ നെഹ്റുവിയൻ കോൺഗ്രസ് ആണ്. ഈ നെഹ്റുവിയൻ കോൺഗ്രസ്സുകാരാണ് ഈ നമ്മുടെ കേരളത്തിലെ VD സതീശൻ അടക്കമുള്ള ആൾക്കാർ. അവർ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ ശക്തമായിട്ട് ആന്റി ഇന്ത്യയോ അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധത പറയുന്നവരാണ്. നെഹ്റു അങ്ങനെ പറഞ്ഞ ആളാണ്. നെഹ്റു സ്വയം ഹിന്ദു ആണ് എന്ന് പറയാൻ മടിച്ച ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് നെഹ്റുവിയൻ കോൺഗ്രസിന്റെ പിൻഗാമികളായിട്ടുള്ള ആളാണ് ഗാർഗെ.
ഗാർഗി അതുകൊണ്ട് തുടക്കം തന്നെ മഹാകുംഭമേളയ്ക്കെതിരായിട്ട് രംഗത്ത് വന്ന ആളാണ്. കുംഭമേളയിൽ കുളിച്ചാൽ വിശപ്പ് മാറുമോ, തൊഴിലിൽ കിട്ടുമോ എന്നൊക്കെ ചോദിച്ച ആളാണ്. ഇത് കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കുന്ന ചോദ്യമാണ്. കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ചോദിച്ച ചോദ്യമാണ്, പ്രതിമ നിർമ്മിച്ചാൽ തൊഴിൽ കിട്ടുമോ? സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ നിർമ്മിച്ചപ്പോൾ ചോദിച്ചു, പ്രതിമ നിർമ്മിച്ചാൽ തൊഴിൽ കിട്ടുമോ? ആകാശത്തേക്ക് വാണം വിട്ടാൽ തൊഴിൽ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചില്ലേ ഇവര്. ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതേ, ശരിക്കും പറഞ്ഞാൽ ഇതിന് രണ്ടിനെയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇവർ ഒന്നായി മാറിക്കഴിഞ്ഞു ഇന്ത്യയിൽ. അവരുടെ നിലപാടും അവരെടുക്കുന്ന നയവും അവരുടെ പാർട്ടി പരിപാടിയും ഒക്കെ സമാനമാണ്. അവര് ഭാരത വിരുദ്ധമാണ്, ഹിന്ദു വിരുദ്ധമാണ്, ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരാണ്. രണ്ടു കൂട്ടരും ഒരേപോലെയാണ്. അതുകൊണ്ട് സനാതനധർമ്മത്തിനെതിരായ പ്രസ്താവന നടത്തുന്ന DMK-യുടെ തോളിൽ കൈയിട്ടുകൊണ്ട് സഖ്യത്തിൽ പങ്കാളിയാവാൻ കോൺഗ്രസിന് ഒരു മടിയില്ല. സനാതനധർമ്മത്തിനെതിരായിട്ട് പ്രസ്താവന ഇറക്കാൻ CPM-നും ഒരു മടിയില്ല. അപ്പൊ ഇവര് ആത്യന്തികമായി ഒരേ തൂവൽ പക്ഷികളാണ്. ഒരേ തൂവൽ പക്ഷികളായിട്ടുള്ള ഇവരുടെ പ്രസ്താവനയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഒരു അത്ഭുതത്തിന് യാതൊരു അവകാശമില്ല. ഇപ്പൊ ഇവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, കമ്പ്യൂട്ടർ തൊഴിൽ തന്നിട്ട് കമ്പ്യൂട്ടർ കൊണ്ടുവന്നാൽ മതി എന്നുള്ള ആശയം, ആ മുദ്രാവാക്യം എല്ലാവരും ഏറ്റെടുത്ത് വിളിച്ചു എന്നാണ്. ആദ്യം കൈകൾക്ക് തൊഴിൽ നൽകൂ എന്നിട്ടാകാം കമ്പ്യൂട്ടർ എന്ന്. എന്നാൽ ഈ തൊഴിലൊക്കെ കൊടുത്തതിന് ശേഷമാണോ AKG സെന്ററിലെ കമ്പ്യൂട്ടർ വന്നിട്ടുള്ളത്? AKG സെന്ററിലെ കമ്പ്യൂട്ടറൊക്കെ ഇപ്പൊ കമ്പ്യൂട്ടറിലാണ് സർവ്വതും. നാട്ടിലെ യുവാക്കൾക്ക് മുഴുവൻ തൊഴിൽ കിട്ടിയതിന് ശേഷമാണോ AKG സെന്ററിൽ കമ്പ്യൂട്ടർ? ആണോ ജയേന്ദ്രൻ സാറേ? ആണോ? അപ്പൊ ഇത് എന്തിനാണ് ഈ കാപട്യം? എന്തിനാണ് നിങ്ങൾ ഈ കപടമായ മുദ്രാവാക്യങ്ങൾ വിളിച്ച് ഈ യുവാക്കളെ മുഴുവൻ വഞ്ചിക്കുന്നത്? ഈ യുവജനതയെ വഴിതെറ്റിക്കുന്നത് എന്തിനാണ്? കൊണ്ട് ആത്യന്തികമായി എനിക്ക് അനിൽ നമ്പ്യാരെ ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വികമായ നിലപാട് തറയിൽ നിന്നുകൊണ്ട് എടുക്കുന്നതാണ്. ഞാൻ മതവിരുദ്ധരാണ് എന്ന് പറയുന്നില്ല. കാരണം മതവിരുദ്ധരാണ് എന്നുണ്ടെങ്കിൽ അവരിപ്പോ മനുസ്മൃതിയെ ആക്ഷേപിക്കുന്ന അതേപോലെ തന്നെ ഖുറാനെ ആക്ഷേപിക്കണം, അവഹേളിക്കണം. കാരണം മനുസ്മൃതിയിലെ നസ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞിട്ടാണ് മനുസ്മൃതിയെ, അല്ലെങ്കിൽ അവിടെ ജാതിയുടെ ശൂദ്രനെ ബ്രാഹ്മണനെയും ഒക്കെ വേർതിരിച്ച് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിച്ച് പറയുന്ന ഖുറാനെ വിമർശിക്കുമോ ഇവര് വിമർശിക്കില്ലല്ലോ. സ്ത്രീക്ക് പൊതുയിടങ്ങളിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഖുറാനെ വിമർശിക്കുമോ? അതിന്റെ നേതാക്കന്മാരെ വിമർശിക്കുമോ? തൊടില്ലല്ലോ ഇവര്. അപ്പൊ ഇവർക്ക് സെലക്റ്റീവ് ആണ് ഇവര്. ആ സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ അവര് ആത്യന്തികമായി ഹിന്ദു സമൂഹത്തിന് നേരെ, ഹൈന്ദവ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ധർമ്മത്തിനും എതിരായിട്ടുള്ള ഏകപക്ഷീയമായ ആക്രമണമാണ് നാളിതുവരെ നടത്തിയിട്ടുള്ളത്. അവരുടെ ആചാര്യന്മാര്, നമ്പൂതിരിപ്പാടായാലും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള അത് സുന്ദരയ്യ ആയാലും, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒട്ടനവധി നേതാക്കന്മാര്, പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ടല്ലോ, അവരുടെ ഒക്കെ പുസ്തകങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ. ആത്യന്തികമായി ഇതിനെ ഒരു വേറിട്ട വഴിയിലേക്ക് പോയത് K. ദാമോദരനാണ്. ഭാരതീയ തത്വചിന്ത എന്നൊരു പുസ്തകമൊക്കെ അദ്ദേഹം എഴുതി. അപ്പോ ദാമോദരനെ ഇവർ അംഗീകരിച്ചിട്ടില്ല. അപ്പൊ അത് വേറെ കാര്യം, ഞാനതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. അപ്പോ ആ നിലയ്ക്ക് ഭാരതത്തിന്റെ ആധ്യാത്മിക പൈതൃകത്തെ എല്ലാ കാലവും എതിർത്ത് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന്റെ പിന്മുറക്കാർ എന്ന നിലയ്ക്ക് ബ്രിട്ടാസും അതേപോലെ പിണറായി വിജയനും ഒക്കെ ഒരേ മനസ്സോട് കൂടിയിട്ടാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. ഇവരുടെ ആത്യന്തികമായ ഹൈന്ദവ വിരുദ്ധതയാണ് ഈ പ്രസ്താവനയ്ക്ക് പിന്നിലുള്ളത് എന്നുള്ളതാണ് നാം അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്.